റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് റോബിൻ്റെ വിഷയമാണ്. സംഭവം കടം, റോബിൻ വാങ്ങിച്ച പൈസ അത് തിരിച്ച് നൽകിയിട്ടില്ലാത്ത കാര്യങ്ങൾ എന്നതിനെ ചുറ്റിപ്പറ്റിയൊക്കെ തന്നെയുള്ള വാർത്തകൾ. റോബിൻ, വേദലക്ഷ്മി, പിന്നെയുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ തന്നെ. പക്ഷെ അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വ്യക്തിയുടെ പേര് ആരതിപ്പൊടി, അതോടൊപ്പം തന്നെ ദിൽഷ. ഈ രണ്ടുപേരുടെ പേരും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആവുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലോട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഞാനൊരു പോസ്റ്റ് കാണാനിടയായി. ആദ്യം ഞാൻ ആ പോസ്റ്റ് ഒന്ന് കാണിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇതാണ് ആ പോസ്റ്റ് എന്ന് പറയുന്നത്. ഈ സംഭവം ഇതിൽ എഴുതി ചേർത്തിരിക്കുന്ന കാര്യങ്ങൾ കൂടി ഞാനൊന്ന് വായിക്കാം. ഭാര്യ വീട്ടിൽ നിന്നും കൊടുത്ത ഔഡി കാർ പണയം വെച്ചു. ഭാര്യ വീട്ടിലും വലിയ പ്രശ്നം. ആർഫാഡ് വിഭാഗത്തിലൂടെ വൻകട. ദിൽഷ രക്ഷപ്പെട്ടു. അതിനെക്കുറിച്ചാണ് പറയുന്നത്, റോബിനെ കുറിച്ച്. അതിൻ്റെ ഇടയിൽ കൂടി ആരതിപ്പൊടി, ദിൽഷയുടെ പേരും കൂടി വന്നിരിക്കുക. ഇവിടെ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഇപ്പോൾ ഈ റോബിൻ്റെ വിഷയം അത് കടമോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഒരാൾ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അയാളെ വീണ്ടും എല്ലാ അർത്ഥത്തിലും കൂടി ചവിട്ടി താഴ്ത്തുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സത്യം പറഞ്ഞു, അയാൾ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അയാൾക്കുണ്ട്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ആ കൊടുത്ത വ്യക്തികളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം നിയമപരമായിട്ട് നീങ്ങേണ്ട ഒരു വിഷയത്തെ സോഷ്യൽ മീഡിയയിലൂടെ ഇത്രത്തോളം അങ്ങ് ഒരാളെ അങ്ങ് ഇതാക്കുന്ന തരത്തിലോട്ട് എത്തിക്കുക എന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പുള്ള കാര്യമല്ല. കാരണം അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം കിട്ടാനുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നിയമപരമായിട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതല്ലാതെ ഈ പറഞ്ഞ രീതിയിൽ അത് സോഷ്യൽ മീഡിയയിലിട്ട് അലക്കി 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 ഒരുത്തരെ അങ്ങ് എന്താ പറയുക ഇല്ലാതാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കുക എന്നത് എനിക്കറിയില്ല എന്ത് ഉദ്ദേശത്തിലാണ് ആ ഒരു തരത്തിൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ ഇടയിൽ കൂടി റോബിൻ്റെ വൈഫായിട്ടുള്ള ആരതിപ്പൊടി, അതിൻ്റെ ഇടയിൽ കൂടി ദിൽഷയുടെ പേരൊക്കെ തന്നെ വലിച്ചിഴച്ചുകൊണ്ടൊക്കെ തന്നെ എന്തിനാണ് അനാവശ്യമായിട്ട് ആ വ്യക്തിയുടെ ഒരു പ്രശ്നത്തിലേക്ക് വീണ്ടും വീണ്ടും ഇല്ല ഈ പറയുന്ന രീതിയിൽ എന്താ പറയുക എരുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്ന് പറയുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ ഒരു ടോപ്പിക്ക് വേണ്ടാന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതുപോലുള്ള പോസ്റ്റുകളൊക്കെ കാണുമ്പോഴത്തേക്കും പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അയാളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അയാളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് തീർച്ചയായിട്ടും തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് അയാൾക്ക് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി ഈ പറയുന്ന രീതി ഭാര്യ വീട്ടുകാരെ, അതോടൊപ്പം തന്നെ ദിൽഷയൊക്കെ തന്നെ വലിച്ചിട്ടുകൊണ്ടുള്ള കാര്യപരിപാടികളൊക്കെ തന്നെ എന്തിനാണ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. അതെനിക്ക് സത്യം പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. റോബിനുമായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് തീർക്കാനുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വിധി വിധിച്ച് സോഷ്യൽ മീഡിയ കോടതിയായി സോഷ്യൽ മീഡിയ പോലീസായി കാര്യങ്ങൾ നിശ്ചയിക്കുന്ന ഒരു ഇതല്ല. അത് നിയമപരമായിട്ട് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായിട്ട് നീങ്ങേണ്ട കാര്യങ്ങൾ ആ ഒരു തരത്തിൽ തന്നെയാണ് നേരിടേണ്ടതെന്ന് പറയുന്നത്. അതിൽ റോബിന്റെ ഭാഗത്താണോ ശരി, ഈ പറയുന്ന വ്യക്തികളുടെ ഭാഗത്താണോ ശരി എന്നുള്ളത് കോടതിയാണ് നിശ്ചയിക്കേണ്ടതെന്ന് പറയുന്നത്. കടം വാങ്ങിച്ചിട്ടുണ്ടോ, കടം തിരിച്ചു കൊടുത്തിട്ടുണ്ടോ, എത്രത്തോളം കൊടുത്തു എന്നതൊക്കെ തെളിയിക്കേണ്ടത്, പ്രൂഫ് കാണിക്കേണ്ടതും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് നാട്ടുകാരുടെ മുമ്പിലല്ല ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഒരു ചെളിവാരി എറിയൽ, അതോടൊപ്പം തന്നെ അതിൻ്റെ ഇടയിൽ കൂടി സോഷ്യൽ മീഡിയയിൽ പലരും ഇട്ട് ഈ പറയുന്ന രീതിയിൽ കോണ്ടന്റ് ഉണ്ടാക്കി അതിനിട്ട് ഒരുമാതിരി ചെളിയാക്കി കുളമാക്കി ആക്കുന്ന ആ ഒരു തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ശരിക്കും പറഞ്ഞാൽ പരമ ബോറായി മാറുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ. കാരണം കടം വാങ്ങിക്കുന്നതും അത് തിരിച്ചു കൊടുക്കുന്നതും ഒക്കെ തന്നെ ഒരു പുതുമയുള്ള കാര്യങ്ങളൊന്നും അല്ല. അതിലെന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഒന്നുമല്ല അത് ഈ പറയുന്ന രീതി അലക്കേണ്ടതെന്ന് പറയുന്നത്. അത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോയി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ പറയുന്ന റോബിൻ തയ്യാറാണ് എന്നാണ് ഞാൻ അറിയുന്നത്. ആ ഒരു തരത്തിൽ തന്നെ അയാൾ തന്നെ കേസ് കൊടുക്കുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ പറയുന്ന വ്യക്തികളായിട്ടുള്ള ഈ പറയുന്ന വേദലക്ഷ്മി അടക്കമുള്ളവരൊക്കെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയിട്ടില്ലായിരുന്നു. ഈ പറയുന്ന രീതി സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിന്റെ വിധി നിശ്ചയിക്കാനുള്ളതെന്ന് പറയുന്നത്. ഇതിലൂടെയുള്ള ചർച്ചകൾ, ഇതിലൂടെയുള്ള വിധി പ്രഖ്യാപനങ്ങൾ മാത്രം മതിയോ ഇവർക്കൊക്കെ തന്നെ? ഈ പറയുന്ന റോബിനെ പറയുന്നതിൽ ഓക്കെ, പക്ഷേ ഈ പറയുന്ന രീതിയിൽ ആരതിപ്പൊടി, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ദിൽഷ, ഇവരെയൊക്കെ തന്നെ വലിച്ചിടേണ്ട ആവശ്യം എന്താണ് ശരിക്കും പറഞ്ഞാൽ? എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. കാരണം അധികമായ അമൃതം വിഷമാണ് എന്ന് പറയുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അയാളും ഒരു മനുഷ്യൻ തന്നെയാണല്ലോ. ഇതൊക്കെ കാണുമ്പോഴത്തേക്കായാലും കേൾക്കുമ്പോഴത്തേക്കായാലും അയാൾക്കും അയാളുടേതായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അല്ല ഈ പറയുന്ന രീതിയിൽ ഇടയ്ക്ക് വെച്ച് ഈ റോബിന്റെ അമ്മയ്ക്കുള്ള അസുഖങ്ങളും പിന്നെ അമ്മ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ടൊക്കെ കാര്യങ്ങൾ മാറിയതും ഒക്കെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് റിയാലിറ്റി എന്താണ്, ഈ പൈസ എന്തിനായിരുന്നോ അല്ലെങ്കിൽ ഇത് എന്താണ് ഏതാണ് എന്നതിനെ കുറിച്ചുള്ള റിയാലിറ്റി എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇത് തന്നെ ആയിക്കോട്ടെ, ഇനി എന്ത് കുന്തത്തിന് വേണ്ടിയിട്ടും ആയിക്കോട്ടെ, പക്ഷേ ഒരാളെ ഇല്ല എന്താ പറയുക വട്ടം ചേർന്നുകൊണ്ട് ഇല്ല ഒരുമാതിരി ആക്രമിക്കുന്ന ആ ഒരു തരം നീക്കത്തിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പുള്ള ഒരു കാര്യമല്ല. അത് കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം അയാൾക്കുണ്ട്. പക്ഷേ അത് ഈ ഒരു രീതിയിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല അതിന് വിനിയോഗിക്കേണ്ടതെന്ന് പറയുന്നത്. അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ ഒരു തരത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നിലവിൽ വേണ്ടതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ റോബിന്റെ പേരിൽ ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ ഇടയിൽ വൈഫായിട്ടുള്ള ആരതിപ്പൊടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ദിൽഷയൊക്കെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി വലിച്ചിടേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ പരമ ചെറ്റത്തരമാണെന്ന് മാത്രമേ പറയാവൂ.